ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്ററായ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നതിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹൂക്സ് ലോ. ഹൂക്സ് ലോ എന്താണെന്ന് നോക്കാം. അതിന് മുന്നിലായിട്ട് ഞാനൊരു കാര്യം ഇവിടെ ഒരു ഫിഗർ വരച്ച് കാണിക്കാം. നമ്മൾ ഇതിന് മുന്നിലുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്പ്രിങ്, ആ സ്പ്രിങ്ങിൻ്റെ താഴെ ഒരു വെയിറ്റ് ആഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വെയിറ്റിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അല്ലെങ്കിൽ ഈ വെയിറ്റിൽ നമ്മൾ താഴേക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണ്. ഇവിടെ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടായിട്ടുണ്ട്. സ്പ്രിങ് ഇത്രയും വലിഞ്ഞു പോന്നു എന്ന് കരുതുക. ഇനി 10 ന്യൂട്ടൻ്റെ സ്ഥാനത്ത് ഒരു 20 ന്യൂട്ടണാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? ഇതിനേക്കാൾ കൂടുതൽ എക്സ്റ്റൻഷൻ ഉണ്ടാവും അല്ലേ? 20 ന്യൂട്ടൺ ആണെങ്കിൽ ഉള്ള എക്സ്റ്റൻഷൻ ഇത്രയാണെന്ന് കരുതുക. അപ്പോൾ നോക്കിക്കേ, 3 എണ്ണത്തിനകത്തുള്ള വ്യത്യാസം എന്താണ്? ലോഡ് കൂടുന്നതനുസരിച്ച് എക്സ്റ്റൻഷൻ കൂടിക്കൊണ്ടിരിക്കുവാണ്. അതായത് ആദ്യത്തെ കേസിൽ 10 ന്യൂട്ടൺ കൊടുത്തപ്പോൾ ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്തെങ്കിൽ 20 ന്യൂട്ടൺ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ കൂടുതലാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. സോ എക്സ്റ്റൻഷനും ലോഡും തമ്മിൽ ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടിക്കൊണ്ടേയിരിക്കും. സോ ലോഡ് ഈസ് പ്രപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ എന്ന് വിളിച്ചു. ഇനി നമ്മൾ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്ത് ഈ ടേം ഒന്ന് മോഡിഫൈ ചെയ്യുക. ലോഡ് എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് സ്ട്രെസ് എന്നും എക്സ്റ്റൻഷൻ എന്നുള്ളിടത്ത് സ്ട്രെയിൻ എന്നും കൊടുക്കുന്നു. സോ സ്ട്രെസ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹൂക്സ് ലോ എന്ന് വിളിക്കുന്നത്. ഇനി പ്രപ്പോർഷണാലിറ്റി കടന്നാൽ അതൊരു ഇക്വേഷൻ അല്ലെന്ന് നിങ്ങൾക്കറിയാം. സോ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റൻ്റ് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്ന കോൺസ്റ്റൻറ്റ് ഇ ആണ്. ഇ ആണ്. ഇ കൊടുക്കുന്നു. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു സ്ട്രെയിൻ എന്ന് വന്നു. സോ വെയർ ഇ ഈസ് ദ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇ ഈസ് ഈക്വൽ ടു എന്ത് വരും? സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് കിട്ടി. ഇനി ഇതിനകത്തെ സ്ട്രെസ്സും സ്ട്രെയിനും മാറുന്നതനുസരിച്ച് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി മാറിക്കൊണ്ടിരിക്കും. അതെന്തൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് എന്ത് വരും? സ്ട്രെയിന് യൂണിറ്റ് ഇല്ലെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ട്രെസ്സിന് മാത്രമേ യൂണിറ്റ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെസ്സിൻ്റെ യൂണിറ്റിനോട് ഈക്വൽ ആയിരിക്കും. സോ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതുപോലെ തന്നെ ഡയമെൻഷനും എങ്ങനെയായിരിക്കും? സ്ട്രെയിന് ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു, സ്ട്രെസ്സിന് മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ എന്തായിരിക്കും? സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ വരും ml⁻⁻1 t⁻². ഇനി അടുത്തൊരു ടോപ്പിക്കാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റബ്ബർ ബാൻഡ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ റബ്ബർ ബാൻഡിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് റബ്ബർ ബാൻഡ് വലിയാൻ തുടങ്ങും. എന്നിട്ട് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പം റബ്ബർ ബാൻഡ് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ പോരും. അപ്പോൾ നമ്മൾ പതുക്കെ ഫോഴ്സ് കൂട്ടി കൊടുക്കുന്നു. അതനുസരിച്ചുണ്ടാവുന്ന അതിൻ്റെ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതുപയോഗിച്ചൊരു ഗ്രാഫ് വരയ്ക്കുവാണെന്ന് കരുതുക. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ലോഡിൻ്റെയും എക്സ്റ്റൻഷൻ്റെയും ടേം മാറ്റി സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ടേമിലാണ് വരയ്ക്കുന്നത്. വൈ ആക്സിസിൽ സ്ട്രെസ്സും എക്സ് ആക്സിസിൽ സ്ട്രെയിനും വെച്ച് വരയ്ക്കുന്ന ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്നുള്ളത്. പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണത് വരയ്ക്കുന്നതെന്ന്. അതായത് ആദ്യം നമ്മുടെ റബ്ബർ ബാൻഡ്, ഇതാണ് റബ്ബർ ബാൻഡ് എന്ന് കരുതുക. ഇതിനിപ്പോൾ ഉള്ള നീളം ഒരു 10 മീറ്റർ ആണെന്ന് വിചാരിക്കുക. 10 മീറ്റർ നീളമുള്ള ഒരു റബ്ബർ ബാൻഡ് എടുത്തു. 10 മീറ്റർ വേണ്ട, 10 സെൻറ്റിമീറ്റർ നീളമുള്ളൊരു റബ്ബർ ബാൻഡ് എടുത്തു.
ആ റബ്ബർ ബാൻഡിൽ ഇപ്പം നിലവിൽ നമ്മൾ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. ആ പോയിൻ്റാണ് ഇത്. ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിൽ സ്ട്രെയിനും ഇല്ല. സോ ആ പോയിൻറ്റിനെ O എന്ന് വിളിച്ചു. ഇനി പതുക്കെ പതുക്കെ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് എക്സ്റ്റൻഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നോക്കുക, ആദ്യത്തെ ഗ്രാഫിൻ്റെ പോർഷൻ എന്താ, O2A ആണ്. O2A എന്നുള്ള റീജിയൻ നമ്മളെടുത്തു. അതിൽ ഗ്രാഫ് എങ്ങനെയാണ് പോയിരിക്കുന്നത്, ലീനിയർ ആയിട്ടാണ് പോയിരിക്കുന്നത് അല്ലേ. അന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും, ഗ്രാഫ് ഇതുപോലെ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അതിലെ y ആക്സിസിലെയും x ആക്സിസിലെയും ക്വാണ്ടിറ്റീസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ്. സോ OA എന്നുള്ള റീജിയനിൽ സ്ട്രെസ്സും ഇത് ഗ്രാഫ് ലീനിയർ ആയതുകൊണ്ട് ലീനിയർ ഗ്രാഫാണ്. സോ സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. സ്ട്രെസ്സും സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത് എന്താണ്, ഹൂക്സ് ലോ ആണ്. നമ്മൾ ഇതിന് മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. സോ ഇവിടെ എന്തെഴുതാം, ഇത് ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന റീജിയനാണ് OA എന്ന് പറയുന്നത്. ഇനി അത് ഒബേ ചെയ്യുന്ന എവിടം വരെയാണ്, ഗ്രാഫ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന എവിടെയാണ്, A എന്ന് പറഞ്ഞ പോയിന്റ് വരെയേ ഉള്ളൂ. സോ ഈ Aയെ വിളിക്കുന്ന പേരാണ് പ്രപ്പോർഷണൽ ലിമിറ്റ്. അതായത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയുന്ന ആ ഒരു പ്രപ്പോർഷണാലിറ്റിയുടെ പരിധിയാണ് അല്ലെങ്കിൽ ലിമിറ്റാണ് A എന്ന് പറയുന്നത്. A വരെയേ ഉള്ളൂ ഇത് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആവത്തുള്ളൂ. സോ Aയെ പ്രപ്പോർഷണൽ ലിമിറ്റ് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ Aയിൽ വെച്ച് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു 2 ന്യൂട്ടൺ കൊടുത്തിട്ട് ആ 2 ന്യൂട്ടൺ എടുത്ത് മാറ്റി എന്ത് പറ്റും, തിരിച്ചത് ആ 10 തന്നെ പോരും, 10 സെൻറ്റിമീറ്റർ നീളത്തിലേക്ക് തന്നെ പോരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Aയിൽ വെച്ച് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് എങ്ങോട്ട് തന്നെ വരും, Oയിലേക്ക് തന്നെ വരും. എന്ന് വെച്ചാൽ ഇലാസ്റ്റിസിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തൊരു പോയിൻ്റ് എടുത്തു, B എന്ന് പറയുന്ന പോയിൻ്റ് നോക്കിക്കേ, ഗ്രാഫ് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ലീനിയർ അല്ല ഗ്രാഫിനകത്ത് വേരിയേഷൻ ഉണ്ട്. അപ്പം AB എന്ന് പറയുന്നുള്ള ഭാഗത്ത് എന്താണ്, നോട്ട് ലീനിയറാണ്. ലീനിയർ അല്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, എക്സിലും വൈയിലും ഉള്ള ക്വാണ്ടിറ്റീസ് ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ അല്ല. ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ ആണെങ്കിൽ ഹൂക്സ് ലോ ആണെന്ന് പറഞ്ഞു. ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ അല്ലെന്ന് പറഞ്ഞാൽ എന്താ, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. ഡസ് നോട്ട് ഒബേ ഹൂക്സ് ലോ. A to Bയിൽ ഡസ് നോട്ട് ഒബേ ആണ് ഹൂക്സ് ലോ, ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ അല്ല. ഇനി പക്ഷേ എന്താണ്, Bയിൽ വെച്ച് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു പോരും. അതായത് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നുണ്ട്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിലും ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ B വരെയാണ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്. സോ ആ B എന്ന് പറയുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നതിൻ്റെ ലിമിറ്റാണ് B എന്ന് പറയുന്നത്. അതിനെ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് വിളിച്ചു B. ഇനി ഈ Bക്ക്, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സ്, ആ സ്ട്രെസ്സിനെ സിഗ്മ Y എന്ന് കൊടുത്തു. അതിന് പറയുന്ന പേരാണ് ഈൽഡ് സ്ട്രെങ്ത്. അപ്പം B വരെയാണ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി കാണിക്കുന്ന ആ പോയിന്റിനെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിച്ചു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. ഇനി അടുത്ത് B to ഇങ്ങോട്ട് നോക്കുക, ഒരു D വരെ നമ്മൾ നോക്കുകയെന്ന് വിചാരിക്കുക. B to D വരെ നോക്കുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത, ചെറിയ സ്ട്രെസ്സിന് പോലും വലിയ സ്ട്രെയിൻ ആണ് ഉണ്ടാവുന്നത്. നോക്കിക്കേ, ഇവിടെ സ്ട്രെസ് ഇത് ഇത്രേ കൂടിയിട്ടുള്ളൂ അല്ലേ, B to D എന്ന് പറഞ്ഞാൽ ഇത്രേ കൂടിയിട്ടുള്ളൂ. പക്ഷേ ആ സമയത്ത് Y ആക്സിസിൽ നോക്കിക്കേ എന്തുമാത്രം ചേഞ്ച് ആവാന്നിരിക്കുന്നത്. അതായത് ചെറിയ സ്ട്രെസ്സിനും വലിയ സ്ട്രെയിനാണ് B മുതൽ D വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അതിൽ ഈ B to D കിടയ്ക്കൊരു പോയിൻ്റ് എടുത്തു, C എന്ന് പറയുന്ന പോയിൻ്റ്. ആ പോയിൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സിയിൽ വെച്ച് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പകരം Oയിലേക്ക് വരുന്ന, അതായത് ഇപ്പോൾ C എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് നമ്മളിതിന് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു 15 ന്യൂട്ടൺ ഫോഴ്സ് നമ്മൾ കൊടുത്തു. 15 ന്യൂട്ടൺ കൊടുത്തിട്ട് അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരണം, 10 സെൻറ്റിമീറ്ററിലേക്ക് തന്നെ വരണം. 10 സെൻറ്റിമീറ്ററിലേക്ക് വരുന്നതിന് പകരം അതൊരു 12 സെൻറ്റിമീറ്ററിലോട്ട് വരുവാന്ന് കരുതുക. അതായത്
50 ന്യൂട്ടൺ കൊടുത്തു. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ 10 സെൻറ്റിമീറ്ററിലോട്ട് വരണം. അത് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ 10 സെൻറ്റിമീറ്ററിലേക്ക് വരുന്നതിന് പകരം ഒരു 12 സെൻറ്റിമീറ്ററിലേക്ക് വരിക എന്ന് പറഞ്ഞതിനർത്ഥം എന്താ? ഒരു 2 സെൻറ്റിമീറ്റർ എലോങ്ങേഷൻ അതിന് ഓൾറെഡി സംഭവിച്ചു. അതായത് നമുക്കറിയാം റബ്ബർ ബാൻഡൊക്കെ ഒത്തിരി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ വലിഞ്ഞിട്ട് കുറച്ച് നീളം കൂടി നിൽക്കും. അതാണ് ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത. അതായത് സിയിൽ വെച്ച് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓയിലേക്ക് വരുന്നതിന് പകരം നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോരും, ഓ ഡാഷിലേക്ക് വരും. ഈ ഓ ഡാഷിന് പറയുന്ന പേരാണ് പെർമനൻ്റ് സെറ്റ്. അപ്പോൾ ഈ B2Dയുടെ പ്രത്യേകത പറഞ്ഞു. ചെറിയ സ്ട്രെസ്സിനും വലിയ സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനിടയിലുള്ളൊരു പോയിൻ്റാണ് സി എന്ന് പറഞ്ഞത്. സിയിൽ വെച്ച് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പം പഴയ പൊസിഷനിലേക്ക് പോകുന്നതിന് പകരം ചെറുതായിട്ടൊരു എക്സ്ട്രാ ഒരു നീളം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. റബ്ബർ ബാൻഡ് ഇപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫിഗറാണ് നമ്മളിതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ 15 ന്യൂട്ടൺ കൊടുത്തു, ലെങ്ത് കൂടി. 15 ന്യൂട്ടൺ റിമൂവ് ചെയ്ത് കഴിയുമ്പം 10 സെൻറ്റിമീറ്ററിലോട്ട് പോകുന്നതിന് പകരം 12 സെൻറ്റിമീറ്ററിലോട്ട് പോയി എന്ന് പറഞ്ഞ ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ എലോങ്ങേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ 2 സെൻറ്റിമീറ്റർ എന്നുള്ളതിൻ്റെ ആ സ്ട്രെയിനാണ് പെർമനൻ്റ് സെറ്റ് ഓ ഡാഷ്. അതായത് സിയിൽ വെച്ച് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലേക്ക് പോകുന്നതിന് പകരം ഓ ഡാഷിലേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഡി എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ്സാണ് അല്ലേ? ഈ മെറ്റീരിയലിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സിനെയാണ് ഡി എന്ന് വിളിച്ചിരിക്കുന്നത്. ആ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിന് പറയുന്ന സ്ട്രെസ്സ് ഡിനോട്ട് ചെയ്തേക്കുന്ന ലെറ്റർ സിഗ്മ യു ആണ്. സിഗ്മ യു എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നമുക്ക് ഈ മെറ്റീരിയലിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഫോഴ്സാണ് എന്ത്? സിഗ്മ യു, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്. ആ പോയിൻ്റാണ് ഡി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത പോയിൻ്റ് എന്താ? ഇ ആണ്. ഇ എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ചർ പോയിൻ്റാണ്, അല്ലെ ഫെയിലിയർ പോയിൻ്റ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? സാധനം പൊട്ടിപ്പോവും. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒരു പ്രത്യേകത എന്താ? ഗ്രാഫ് ഇത്രയും നേരം കൂടിക്കൂടി വരുക ചെയ്തത്. അതായത് സ്ട്രെസ്സ് കൂടുന്നതനുസരിച്ച് സ്ട്രെയിനും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷേ D2Eയുടെ പ്രത്യേകത എന്താ? D2E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് എന്താ? കുറയുക ചെയ്തത്. അതായത് നമ്മൾ സ്ട്രെസ്സ് കുറച്ചാലും, അതായത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് നമ്മൾ കുറച്ചാലും എന്ത് സംഭവിക്കുന്നുണ്ട്? സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് D2Eയുടെ പ്രത്യേകത. കൊടുക്കുന്ന ഫോഴ്സ് കുറയുമ്പോഴും സ്ട്രെയിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് D2E എന്ന് പറയുന്നത്. ഈ വരെയുള്ളൂ. ഈ വരെയുള്ള പോയിൻ്റാണ് ഫ്രാക്ചർ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിക്കും ഇക്കും ഇടയ്ക്കുള്ള അകലം വളരെ കുറവാണെന്ന് വിചാരിക്കാം. അതിൻ്റെ ഗ്യാപ്പ് വളരെ കുറവാണെങ്കിൽ അതിനർത്ഥം എന്താ? ഡി ആൻഡ് ഇ വെരി ക്ലോസ് ആണെന്ന് വിചാരിക്കുക. ഡി ആൻഡ് ഇ ആർ വെരി ക്ലോസ് എന്ന് പറഞ്ഞതിനർത്ഥം എന്തായിരിക്കും? മാക്സിമം കൊടുക്കാവുന്ന ഫോഴ്സാണ് ഡി എന്ന് പറയുന്നത്. ഫ്രാക്ചർ പോയിൻ്റാണ് ഇ എന്ന് പറയുന്നത്. അത് വളരെ അടുത്താന്ന് പറഞ്ഞതിനർത്ഥം എന്തായിരിക്കും? മാക്സിമം ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോവുക സാധനം. അങ്ങനെയാണെങ്കിൽ ആ മെറ്റീരിയൽ എങ്ങനെയാണെന്ന് പറയാം? പൊട്ടുന്ന മെറ്റീരിയലാണെന്ന് പറയത്തില്ലേ? ബ്രിട്ടിലാന്ന് പറയാം. ബ്രിട്ടിലാന്ന് പറഞ്ഞു. ഇനി ഡിയും ഇ ആർ നോട്ട് വെരി ക്ലോസ് ആണെങ്കിലോ? ക്ലോസ് അല്ല, ഫാർ ആയിട്ടാണ് ഇരിക്കുന്നെങ്കിലോ? മാക്സിമം കൊടുക്കാവുന്ന ഫോഴ്സ് കൊടുത്തു, പക്ഷേ എന്നിട്ടും അത് പൊട്ടുന്നില്ല. പിന്നെ അതിനെ വലിച്ചു നീട്ടാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് പറയാം? ഡക്റ്റൈലാന്ന് പറയാം. വലിച്ചു നീട്ടാൻ പറ്റുന്ന മെറ്റീരിയലാണെന്ന് പറയാം.